ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നാളെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അക്കൗണ്ടൻസി നമുക്ക് എക്സാം ഉണ്ട് അല്ലേ. സോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കുട്ടികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഓരോ ചാപ്റ്റർ വൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബേസിക്സ് ആണ്. നമ്മൾ C++ലെ മെയിൻ കാര്യങ്ങളാണല്ലോ. ടോക്കൺസ് നോക്കുക, കീവേഡ്സ്, ഐഡൻറ്റിഫിയേഴ്സ്, ലിറ്ററൽസ് നോക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഐഡൻറ്റിഫിയേഴ്സിന് കൊടുക്കേണ്ട 2 റൂളുകൾ, ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ് ആവാം, അണ്ടർസ്കോർ യൂസ് ചെയ്യണം. ഫസ്റ്റ് ക്യാരക്ടർ അണ്ടർസ്കോർ വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കീവേഡ് ആവാനായിട്ട് പാടില്ല. ദെൻ നമുക്ക് ഈ പാഠത്തിൽ പിന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അധികം വരുന്നില്ല. പിന്നെ നമുക്ക് 3 തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഡിക്ലെയർ വാരിയബിൾ. അതൊന്ന് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ ഓപ്പറേറ്റർ, അതായത് ഗെറ്റ് ഫ്രം ഓപ്പറേറ്ററും ഔട്ട്പുട്ടിലെ പുട്ട് ടു ഓപ്പറേറ്റേഴ്സും വെച്ചിട്ട് കാണിക്കുന്നത്. ഈ ഒറ്റ ലൈൻ മതി കേട്ടോ. നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാക്ട് അത് എന്താണെന്നൊരു ലൈൻ മാത്രം പഠിച്ചാൽ മതി. പിന്നീട് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് സെലക്ഷൻ സ്വിച്ചും അതുപോലെ എൽസിഫും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാം. പെട്ടെന്നൊന്ന് നോക്കി പഠിക്കാം. 3 എണ്ണമൊക്കെ മതിയാവും, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതില്ല. പിന്നീട് നമുക്ക് ഈ പാഠത്തിൽ ഏറ്റവും വളരെയധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെയാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. ജംപ് സ്റ്റേറ്റ്മെൻറ്റ് 2 തരത്തിലാണുള്ളത്, റിട്ടേൺ ഉണ്ട്, ഗോ ടു. ഇതിൽ 2 എണ്ണം എഴുതാൻ പറഞ്ഞാൽ റിട്ടേണും ഗോ ടു മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്താണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്? ദീസ് ആർ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പേജ് ടു അനദർ. അതായത് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് നമുക്ക് പ്രോഗ്രാം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ. റിട്ടേണും ഗോ ടു മെയിനായിട്ട് നോക്കാം കേട്ടോ. ഇത്ര മതി നമുക്ക് ഒന്നാം ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ അറേ എന്താണ്, അറേ ഡിക്ലറേഷൻ വെച്ച് കൊടുക്കുക. അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ഡാറ്റ ടൈപ്പ് പ്ലേസ്ഡ് ഇൻ മെമ്മറി ലൊക്കേഷൻസ്. ഇൻറ്റ് മാർക്ക് 50. കാരണം എന്താ, 50 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, അതിൽ എത്രത്തോളം മെമ്മറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാറ്റ ടൈപ്സിൻ്റെ മെമ്മറിയും അതുപോലെ തന്നെ നമ്മുടെ അറേ ടൈപ്പിൻ്റെ മെമ്മറിയും അതുപോലെ അറേയുടെ സൈസ് ഓഫ് എൻ അറേ ഇൻറ്റു ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ദെൻ എന്താണ് അറേ ഇനീഷ്യലൈസേഷൻ? ഓരോ എലമെൻസിനെയും നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്ക് വാല്യൂസ് കൊടുക്കുന്ന പ്രോസസ്സാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അറേ ഇനീഷ്യലൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇൻ്റെ സ്കോർ 5 എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് 5 വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ദെൻ ഇത് രണ്ടാണ് ഏറ്റവും മെയിൻ. പിന്നെ അറേ ട്രാവേഴ്സൽ എന്താണെന്ന് പഠിക്കണം കേട്ടോ. അറേ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് എൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ടു പെർഫോം എനി ഓപ്പറേഷൻ. അതായത് ഓരോ അറേയുടെയും ഓരോ ഉള്ളിലുള്ള വാല്യൂസ് ഓരോ തവണയെങ്കിലും ആക്സസ് ചെയ്തിട്ടുണ്ടാവണം. ഇത്ര 3 ടോപ്പിക്ക് മാത്രം നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി. നെക്സ്റ്റ് അടുത്തത് ഫങ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ കുറച്ചധികം ടോപ്പിക്ക് നോക്കാനായിട്ടുണ്ട്. എന്താണ് മോഡുലർ പ്രോഗ്രാമിംഗ്? മോഡുലർ പ്രോഗ്രാമിൻ്റെ മെറിറ്റ്സ് അറിയണം. മോഡുലർ പ്രോഗ്രാമിംഗ് എന്താ? ഡിവൈഡിങ് എ ലാർജ് പ്രോഗ്രാം ഇൻറ്റു സ്മോൾ സബ് പ്രോഗ്രാംസ് ആർ കോൾഡ് മോഡുലർ പ്രോഗ്രാമിംഗ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മോഡുലറൈസേഷൻ, ആ പ്രോസസ്സിനെ നമ്മൾ മോഡുലറൈസേഷൻ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ മെറിറ്റുകൾ പഠിക്കുക. സൈസ് ഓഫ് ദി പ്രോഗ്രാം റെഡ്യൂസ് ചെയ്യുന്നു. ചാൻസസ് ഓഫ് എറേഴ്സ് ഒക്കറൻസ് ലെസ് ആണ്. പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. എന്താണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഇൻ ഡാറ്റ ടൈപ്സ്? നമുക്കറിയാം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള, അതായത് ബിൽറ്റിംഗ് ഫങ്ഷൻസ് എന്നാണ് അതിന് വിളിക്കുക. പ്രീ ഡിഫൈൻഡ് ഓർ ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷനുകൾ പഠിക്കണം. നമുക്കൊരു 4-5 ടൈപ്പ് ഉണ്ട് ഇതിൽ. കൺസോൾ ഫംഗ്ഷൻ ഉണ്ട്, സ്ട്രീം ഫംഗ്ഷൻ ഉണ്ട്, സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാ ഫംഗ്ഷൻസും എന്താണ് എന്നും അതിൻ്റെ ഒരൊറ്റ ലൈൻ മാത്രം മതി. ഹെഡർ ഫയലുകളും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതവിടെ സ്ട്രീം ഫങ്ഷൻസ് ഗെറ്റ് ലൈനെ എന്തിനു യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ട്രീം ഫങ്ഷൻസ്, സ്ട്രിംഗ് ഫങ്ഷൻസ് strcpy, strcmp, strlen, strscat ഇതൊക്കെ എന്താണ് കമ്പയർ ചെയ്യാൻ, ലെങ്ത് അറിയാൻ, അതുപോലെ കോപ്പി ചെയ്യാൻ, 2 സ്ട്രിങ്ങുകൾ തമ്മിൽ അപ്പെൻഡ് ചെയ്യാൻ, അതായത് ജോയിൻ ചെയ്യാൻ, അതാണ് strcat. അങ്ങനെയൊക്കെ ഇതിൽ പ്രോഗ്രാംസുകൾ പഠിക്കേണ്ട, നിങ്ങളത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പഠിച്ചാൽ മതി. മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻസ് ആബ്സല്യൂട്ട് ഉണ്ട്, സ്ക്വയർ റൂട്ട് ഉണ്ട്, പൗ ഉണ്ട് കേട്ടോ. 3 എണ്ണം. ക്യാരക്ടർ ഫംഗ്ഷൻ ഈസ് അൽനം, 2 ലോവർ, 2 അപ്പർ, 2 ഈസ് ലോവർ, ഈസ് അപ്പർ, അതായത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് അറിയാനൊക്കെ ആയിട്ടാണ് നോക്കുന്നത്. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഡിഫൈൻ ചെയ്യുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ
ഇതിൽ മെയിനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പഠിക്കുക. അതുപോലെ തന്നെ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോൾ ബൈ വാല്യൂ എന്ന് വെച്ചാൽ ഓർഡിനറി വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. കോൾ ബൈ റെഫിലെ റെഫറൻസ് വേരിയബിൾ ആണ്. കോൾ ബൈ വാല്യൂ നമുക്ക് കോൺസ്റ്റന്റ് വേരിയബിൾ എക്സ്പ്രഷൻ ആവാം. ഇവിടെ വേരിയബിൾ മാത്രമേ പറ്റുള്ളൂ. ആക്ച്വൽ ആർഗ്യുമെന്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു, ആക്ച്വൽ ആർഗ്യുമെന്റിനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. മെമ്മറി ലൊക്കേഷൻ ഓൾറെഡി ഷെയർ ചെയ്യുന്നത് കോൾ ബൈ വാല്യൂ, ഷെയർ ചെയ്യാതെ അലോക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത് കോൾ ബൈ വാല്യൂ മെത്തേഡാണ് കേട്ടോ. ആ ഡിഫറൻസ് പഠിക്കുക. പിന്നീട് നമുക്ക് 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് പോർട്ട് നമ്പേഴ്സ് ജസ്റ്റ് നോക്കുക കേട്ടോ. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നില്ല എങ്കിലും സ്റ്റാറ്റിക് വെബ് പേജസും ഡൈനാമിക് വെബ് പേജസും നമ്മൾ ഡിഫറൻസ് പഠിക്കുക. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ കണ്ടന്റും ലേഔട്ടൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും. ഡൈനാമിക്കിൽ എല്ലാം ചേഞ്ച് ചെയ്യും. പിന്നെ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല, ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈസി ടു ഡെവലപ്പ് ആണ്, റിക്വയർഡ് പ്രോഗ്രാമിംഗ് സ്കില്ല്, അതാണ് പഠിക്കേണ്ടത് മെയിനായിട്ട്. അതുപോലെ തന്നെ 2ാമത്തെ ഡിഫറൻസ് ഈ പാഠത്തിൽ തന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് വെച്ചാൽ ക്ലയൻറ്റ് ബ്രൗസറിലേക്കാണ് കോപ്പി ചെയ്യുന്നത്, ഇവർ ചെയ്യുന്നത് വെബ് സെർവറിലേക്കാണ്. പിന്നെ ക്ലയൻറ്റ് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇവർ ആദ്യം വെബ് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്ത് കോപ്പി മാത്രം ബ്രൗസറിലേക്ക് അയക്കുന്നു. ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്യുന്നു, ഇവിടെ റിട്ടേൺ ഡാറ്റയിലേക്ക് യൂസ് ചെയ്യുന്നു. യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. 4 എണ്ണം പഠിച്ചാൽ മതി. ഇനി ഏതെങ്കിലും 2 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചിട്ട് എഴുതാൻ വരാം 3 മാർക്കിന്. ജാവാ സ്ക്രിപ്റ്റും PHP ആണ് ഇവിടെ. ജാവാ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ .js എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. PHP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രൊസസ്സർ ആണ്. ഒരു എന്താ പറയുക, സെർവർ സൈഡ് ടൂളാണ്. അതിൻ്റെ എക്സ്റ്റൻഷൻ നോക്കാം 3 മാർക്കിന് കേട്ടോ. ദെൻ പിന്നീട് നമുക്ക് HTMLക്ക് കടക്കാം. HTMLൻ്റെ ബേസിക് ആയുള്ള സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കുക. HTMLൻ്റെ ഫുൾ ഫോം അറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഏതൊക്കെയാണ് കണ്ടെയ്നർ ടാഗുകൾ? കണ്ടെയ്നർ ടാഗ് എന്ന് വെച്ചാൽ എന്താ, ഓപ്പൺ ടാഗും ക്ലോസിങ് ടാഗും ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ എസെൻഷ്യൽ HTML ടാഗിൻ്റെ 2 ആട്രിബ്യൂട്ട്സ്, HTML ടാഗിൻ്റെ 2 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഡെറും ലാങ്ങും, അതായത് ഡയറക്ഷനും ലാംഗ്വേജസ് കേട്ടോ. ദെൻ ഏത് ലാംഗ്വേജ് കൊടുക്കണം, അതാണ് ലാങ്. പിന്നെ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് 4-5 എണ്ണം പഠിക്കാം. ബാക്ക്ഗ്രൗണ്ട്, BG കളർ, ടെക്സ്റ്റ്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, നിങ്ങൾക്ക് പറ്റുന്ന ഇഷ്ടമുള്ളത് കേട്ടോ. ഏതെങ്കിലും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ പഠിക്കുക. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന്, ബിഗ്, സ്മോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും നമുക്കിതുപോലെ എഴുതാൻ വരും. കണ്ടോ, 2H2O + O2. അപ്പോൾ 2H2O അതെങ്ങനെ എഴുതാ? 2H സബ് കൊടുത്തു, 2 കൊടുത്തു, പിന്നെ നമ്മളത് ക്ലോസ് ചെയ്തു, പിന്നെ O കൊടുത്തു, പിന്നെ സബ് കൊടുത്തു, സബ് ക്ലോസ് ചെയ്തു. സബും സൂപ്പറും ഇതേപോലെ ക്ലോസ് ചെയ്യണം കേട്ടോ. കണ്ടോ, സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് കാണുന്നത്. ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് വരാറുണ്ട്. 2 മാർക്ക് 3 മാർക്കിന് കളയരുത്. പിന്നെ മാർക്ക് യു ടാഗ് എന്താണ്? മാർക്ക് യു ടാഗ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്ക്രോൾ ചെയ്യാനായിട്ടാണ്. ഒരു ഭാഗം സ്ക്രോൾ ചെയ്യാനാണ് മാർക്ക് യു ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ പഠിക്കുക. ഹൈറ്റ്, വിഡ്ത്ത്, BG കളർ. ദെൻ ഫോണ്ടിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുക. ഫേസ്, കളർ, സൈസ്, ഇതൊക്കെ നല്ല എളുപ്പമാണ്. ദെൻ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്? IMG ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത്. എവിടെ? HTML. SRC ബോർഡർ, അതിൻ്റെ 2 ആട്രിബ്യൂട്ടുകൾ പഠിക്കാം. ദെൻ 5th ചാപ്റ്റർ. അപ്പോൾ നമ്മളിവിടെ 4ാം പാഠത്തിൽ അത്രയും നോക്കിയാൽ മതി കേട്ടോ. 5th ചാപ്റ്ററിലെ 3 തരം ലിസ്റ്റുകൾ, ആ ലിസ്റ്റുകളുടെ ടാഗുകൾ നോക്കുക. ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഇത് വെച്ചിട്ടൊരു പ്രോഗ്രാം നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. ഓക്കെ, കണ്ടോ, ഇവിടെ കണ്ടില്ലേ, നെയിം ദ ടാഗ് ആട്രിബ്യൂട്ട് നീഡഡ് ഫോളോയിങ് ലിസ്റ്റ് ഇൻ HTML. ഇത് 1, 2, 3 ആണ്. അപ്പോൾ ഇതെന്താണ്? ഓർഡർ ലിസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് അൺഓർഡർ ലിസ്റ്റ് ആണ്. ടൈപ്പാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്. ദെൻ പിന്നീട് നമുക്ക് വരുന്ന ഇതേപോലെ ഓർഡർ ലിസ്റ്റിലേക്ക് ഒരു പ്രോഗ്രാം കൊടുക്കാൻ വേണം. നോക്കിയേ, ഇപ്പോൾ ഇതാ കേരളയുടെ ഉള്ളിൽ ഇപ്പോൾ ഇത് അൺഓർഡർ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓർഡർ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അൺഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ആദ്യം ലിസ്റ്റ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്തിട്ട് അൺഓർഡർ ലിസ്റ്റ് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതുപോലൊരു പ്രോഗ്രാം വരാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഹൈപ്പർ ലിങ്ക് എങ്ങനെ കൊടുക്കാം? ഹൈപ്പർ ലിങ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു ടെക്സ്റ്റിൽ നിന്ന് വേറെ ടെക്സ്റ്റിലേക്കോ ഒരു പേജിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു പേജിലേക്കോ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പോകുന്നതിനാണ്
ഹൈപ്പർ ലിങ്ക് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു ഇമേജിലേക്കോ വെബ് പേജിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടാഗ് ആങ്കർ ടാഗ് ആണ്. എ എന്ന് പറഞ്ഞ ടാഗാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട് HREF കേട്ടോ. HREF നമുക്ക് ഇതുപോലെ ലിങ്ക് വഴി കൊടുക്കാം. പിന്നെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. HTML ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം. 3 തരം മെത്തേഡിൽ കൊടുക്കാമെന്ന് പഠിക്കുക. അതിനുശേഷം ടേബിൾ ടാഗ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ടേബിൾ ടാഗ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ കളർ, വിഡ്ത്ത്, ഹൈറ്റ്, ഏതെങ്കിലും ഒരു 4 എണ്ണം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും വരാറുണ്ട് കേട്ടോ. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബിറ്റ്വീൻ സെല്ലുകൾ, ഓരോ സെല്ലുകൾ തമ്മിൽ എത്രത്തോളം സ്പേസ് വേണം. സെൽസ് പാഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു സെല്ലും അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന കണ്ടന്റും തമ്മിൽ, സെൽ ബോർഡറും അതിലത്തെ കണ്ടന്റും തമ്മിൽ എത്രത്തോളം സ്പേസ് വേണം എന്നുള്ളതാണ് സെൽസ് പാഡിങ്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ TR ടാഗ്, ഇതുപോലൊരു ടേബിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് അറിയണം, അതായത് ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് അറിയണം കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ പിന്നീട് നമ്മളിവിടെ പഠിക്കേണ്ടത് ഫ്രെയിം സെറ്റ് ടാഗ് എന്താണ്. ഫ്രെയിം സെറ്റ് ടാഗ് ബ്രൗസർ ഡിവൈഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. കോൾസ്, റോസ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുക ഫ്രെയിം സെറ്റ് ടാഗിൻ്റെ. ഓക്കെ. ദെൻ പിന്നീട് നമുക്ക് ഈ പാഠത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല, എത്രത്തോളമാണ് മെയിനായിട്ട് ഈ പാഠത്തിൽ നിന്ന് പഠിച്ചാൽ മതി. അടുത്ത പാഠം ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണം. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് HTML ഇൻക്ലൂഡ് ചെയ്യാനാണ്. സ്ക്രിപ്റ്റുകൾ നമ്മൾ പറഞ്ഞല്ലോ പലതരം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ക്ലയൻറ്റ് സൈഡ്, സെർവർ സൈഡ് ഉണ്ട്. അത് നമുക്ക് HTMLൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൽ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ 3 ഡാറ്റ ടൈപ്പുകൾ പഠിക്കുക. നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. അതിൻ്റെ എക്സാമ്പിൾ അറിയണം. നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വാല്യൂസ് ആവാം. അത് നമ്മൾ ഓൾ നമ്പേഴ്സ് ആണ്, എല്ലാ വാല്യൂസും. ഓൾ നമ്പേഴ്സ് നെഗറ്റീവും പോയിന്റും ഡെസിമൽ പോയിന്റും പോസിറ്റീവ് വാല്യൂസും ഒക്കെ അതിൽ പോകും. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സോ സിമ്പിൾസോ എനിത്തിങ് ഇൻ ഡബിൾ കോഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും സ്ട്രിങ് ആയി. ബൂളിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസിൻ്റെ മാത്രം വാല്യൂസാണ് ബൂളിയനിൽ വരിക. ജാവാസ്ക്രിപ്റ്റിലെ വാരിയബിൾസ് എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം? വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ദെൻ ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പലതരം ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം. 3 മാർക്കിന് ചോദിച്ചാൽ 3 ഓപ്പറേറ്റേഴ്സ് എഴുതാട്ടോ. അരിത്തമെറ്റിക് ഓപ്പറേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അസൈൻമെന്റ് ഈക്വൽ ടു കൊടുക്കാനാണ്. അതുപോലെ പ്ലസ് ഓർ മൈനസ് ഏത് വേണമെങ്കിലും കൊടുക്കുക. കമ്പയർ ചെയ്യാനാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പഠിക്കാം. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ആംപർസെന്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ 4 ടൈപ്പ് ചോദിച്ചാലും 4 ടൈപ്പ് നമുക്ക് അറിയണം. പിന്നീട് പഠിക്കേണ്ടത് ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അലേർട്ട്, ടു അപ്പർ കേസ്, ടു ലോവർ, ചാരറ്റ്. അലേർട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു മെസ്സേജ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് അലേർട്ട് ചെയ്തുകൊണ്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ അലേർട്ട്. അപ്പർ കേസിലേക്ക് മാറ്റാൻ ടു അപ്പർ, ലോവർ കേസിലേക്ക് മാറ്റാൻ ടു ലോവർ. ചാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ. ഇപ്പോൾ ചാരറ്റ് 11 എന്ന് പറഞ്ഞാൽ 11ാമത്തെ പൊസിഷനിലുള്ള വാല്യൂ ആണ് നമുക്ക് തരിക. പിന്നെ ഈസ്നാനും അതുപോലെ തന്നെ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈസ്നാൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് നമ്പർ ആണോ അല്ലയോ എന്നാണ് അതിൻ്റെ ആൻസർ. നമ്പർ ഓർ നോട്ട്, യെസ് ഓർ നോ ആണ് അതിൻ്റെ വാല്യൂ വരുള്ളൂ. നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് ആണ് തന്നിരിക്കുന്നത്, നമുക്ക് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റുകൾ വെബ് പേജിൽ കൊടുക്കാം. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം, ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം. എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ട് നമുക്ക് 3 വേയിൽ എങ്ങനെ സ്ക്രിപ്റ്റുകൾ HTML ആഡ് ചെയ്യാം. 3 മാർക്കിന് വരാറുണ്ട്. ദെൻ നമുക്ക് 7th ചാപ്റ്ററിലേക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് ആണ്. ഇവിടെ 3 ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. 3 തരം: ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, വിർച്വൽ. ഓരോന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഡൊമൈൻ നെയിം URL നെ കുറിച്ച് ചോദിക്കാറുണ്ട്. FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്താണ്? FTP ആദ്യം തന്നെ അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. ഇത് ഒരു സെർവറിൽ നിന്ന് വേറൊരു സെർവറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനാണ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക്. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡൊക്കെ ഷെയർ ചെയ്യും അവർ. അതിന് വേണ്ടിയിട്ട് അൺസെക്യൂർഡ് ആണ്. സോ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് SFTP യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതിൽ SSH എന്ന് പറഞ്ഞൊരു ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെക്യൂരിറ്റിയും പാസ്വേഡൊക്കെ നമുക്ക് സെക്യൂർ ആയിട്ട് കിട്ടുന്നത്. ഇതിൽ ഏതെങ്കിലും FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൽ എഴുതാൻ പറഞ്ഞാൽ ഫയൽസില്ലയോ, ക്യൂട്ട് FTP, സ്മാർട്ട് FTP ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ദെൻ
SFTP എന്താണ്? നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും സെക്യൂർ ആവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SFTP. ദെൻ വെബ് ഹോസ്റ്റിങ്ങും അതിൻ്റെ ടൈപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. CMS എന്താണെന്ന് ഡയറക്റ്റ് ചോദ്യമാണ് വരിക, അല്ലാണ്ട് അതിൻ്റെ ഫുൾ ഫോം പോലും നമ്മളോട് ചോദിക്കില്ല. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ CMS എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഓൾറെഡി വെബ് പേജസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു CMS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പോൾ കോമൺലി യൂസ്ഡ് CMS ഏതാ? വേർഡ്പ്രസ്, ഡ്രൂപ്പൽ, ജൂംല, ഏതെങ്കിലും 2 ടൈപ്പ് അവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതണം കേട്ടോ. ദെൻ ഇങ്ങനെ ചെയ്യാനുള്ള ഗുണം എന്താ? CMS നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ടെക്നിക്കലി ഒരു സ്കില്ലില്ല, പക്ഷെ അവർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. CMS എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ റിപ്പീറ്റേറ്റീവ് കോഡിങ് എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യും. ദെൻ റെസ്പോൺസീവ് വെബ് ഡിസൈൻ, ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കൂടുതലാണ്. അപ്പം ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ടാവും ചോദിക്കുക. അതായത് നമ്മുടെ ടാബിൻ്റെയും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ സ്ക്രീൻ എത്ര വലുപ്പമുണ്ടോ ആ വലുപ്പത്തിനനുസരിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഏത് ഡിവൈസ് ആണോ നമ്മുടെ സ്ക്രീൻ എത്രത്തോളം വലുപ്പം, ഹൈറ്റും വിഡ്ത്തൊക്കെ ഉണ്ട്, ഫ്ലെക്സിബിൾ ആണ്, ലേഔട്ട് എങ്ങനെയാണൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ലേഔട്ട് പ്രകാരം ഇമേജസും വീഡിയോസും എല്ലാം വെബ് പേജ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ദെൻ 8ാം പാഠത്തിലേക്ക് കിടക്കുമ്പോൾ DBMS എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം. DBMS എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഡാറ്റാബേസിന്റെ പ്രോഗ്രാമുകളെല്ലാം സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താ? റിഡൻഡൻസി കൺട്രോൾ ചെയ്യുന്നു, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും, ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റുന്നു, ക്രാഷസ് എന്തെങ്കിലും വന്നാൽ റിക്കവർ ചെയ്യാൻ നമുക്ക് ഡാറ്റകളെല്ലാം റിക്കവർ ചെയ്യാൻ പറ്റുന്നു, ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി ആണ്. കമ്പോണൻസ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ യൂസേഴ്സ് എല്ലാം കമ്പോണൻസ് ആണ്. ദെൻ ഡാറ്റ അബ്സ്ട്രാക്ഷന്റെ 3 ലെവലുകൾ: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. പിന്നീട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ്, അതായത് DBAയുടെ യൂസേഴ്സ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, നേവ് യൂസേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് കേട്ടോ. RDBMS എന്താന്ന് ചോദിക്കും. RDBMS എന്ന് വെച്ചാൽ ഡാറ്റാബേസ് നമുക്ക് റിലേഷൻ ആയിട്ട് റിലേഷൻ എന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് കോളംസ് ആൻഡ് റോസ്. അപ്പം അതിൻ്റെ ഓരോ ടേമുകൾ ഡിഫറെൻ്റ് ആണ്. കാർഡിനാലിറ്റി, സ്കീമ, ടുപ്പിൾ. കാർഡിനാലിറ്റി എന്ന് വെച്ചാൽ റോസ് ഓർ ടുപ്പിൾസ് ഇൻ എ റിലേഷൻ. അതുപോലെ തന്നെ എത്രത്തോളം നമ്പർ ഓഫ് ടുപ്പിൾസ്, അതായത് ഇപ്പോൾ നമ്പർ ഓഫ് ടുപ്പിൾസ് ഒരു 10 ആണെങ്കിൽ കാർഡിനാലിറ്റി 10 ആണ്. സ്കീമ എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ആണ്. ടുപ്പിൾ എന്ന് പറഞ്ഞാൽ റോസ് ആണ്. ദെൻ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ കോളംസ് ഇൻ എ റിലേഷൻ. ആ കോളത്തിലെ ഓരോ കോളത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ആട്രിബ്യൂട്ട് എന്നാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്. പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. റിലേഷണൽ ആൽജിബ്രയിലെ ഏതെങ്കിലും ഓപ്പറേറ്റേഴ്സ്, ഒന്നുകിൽ എന്താണ് റിലേഷണൽ ആൽജിബ്ര, സെലക്ട്, പ്രൊജക്റ്റ്, ഇന്റർസെക്ഷൻ, കാർട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്, അതെന്താണെന്ന് ചോദിക്കാം. അതില്ലെങ്കിൽ ഓരോ ഓപ്പറേറ്റേഴ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. 3 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചു വെച്ചിരിക്കുക. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നോക്കണം കേട്ടോ. എക്സ് ആണ് അതിൻ്റെ എന്താ പറയുക സിമ്പിള്. നമുക്ക് 2 ടേബിൾ തന്ന് 2ഉം കൂടി ഒരുമിച്ചാക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ SQL എന്താണെന്നും SQLൻ്റെ കമ്പോണൻസും പഠിക്കുക. DML, DDL, DCL 3ഉം പഠിക്കണം. പിന്നീട് ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത് ഡാറ്റ ടൈപ്സ് ഇൻ SQL വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റ്, ഡെസിമൽ, ചാർ, വാർചാർ കേട്ടോ. ക്യാരക്ടർ ഏതൊക്കെയാണ്? വാർചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാരിയബിൾ ലെങ്ത് ആണ് പറയുന്നത്. ഡെസിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസിമൽ പോയിൻ്റുള്ള ഡാറ്റ ടൈപ്പാണ്. ഇൻറ്റിജറിൽ ഡെസിമൽ പോയിൻ്റ് പാടില്ല. 4 ടൈപ്പ്. അപ്പോൾ SQLൻ്റെ ഡാറ്റ ടൈപ്സ്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, C++, ഇതൊന്നും തെറ്റരുത് കേട്ടോ. ദെൻ ചാറും വാർചാറും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വരാറുണ്ട്. ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് ലെങ്ത് ഉണ്ടായിരിക്കും ഓൾറെഡി. വാർചാർ എന്ന് വെച്ചാൽ ലെങ്ത് സ്ട്രിങ്ങിന് വാരിയബിൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്യണം. ഓക്കെ. ദെൻ ടേബിൾ കോൺസ്റ്റൻസ്, 4 കോൺസ്റ്റൻസ് ഉണ്ട് SQL യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് കോളം ഓഫ് എ ടേബിൾ. നമുക്ക് ടേബിളിലെ കോളത്തിൽ നോട്ട്, നൾ, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യൂണീക്ക്, പ്രൈമറി ആൻഡ് ഡീഫോൾട്ട്. അതിനുശേഷം ഫങ്ഷൻസ് നോക്കാം. അഗ്രിഗേറ്റ് ഫങ്ഷൻസ്, സം, ആവറേജ്, മിന്, മാക്സ്, കൗണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി എഴുതാൻ പറ്റും, കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഡിലീറ്റ്, ഡ്രോപ്പ് കമൻറ്റുകൾ. ഡിലീറ്റ് എന്ന് വെച്ചാൽ ഓരോ റോ ഡിലീറ്റ് ചെയ്യാനാണ്. ഡ്രോപ്പ് കമൻറ്റ് ടേബിൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ഡാറ്റാബേസിൽ തന്നെ മാറും. പിന്നെ SQLൻ്റെ പ്രോഗ്രാം, നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു വെച്ചെങ്കിൽ അതിലത്തെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. SQLൻ്റെ വല്ല പ്രോഗ്രാം എഴുതാൻ വന്നാൽ കേട്ടോ. ദെൻ
ചാപ്റ്റർ 10 ERP എന്താണെന്ന് പഠിക്കണം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഏതെങ്കിലും 2-3 മൊഡ്യൂളുകൾ, ഇപ്പോൾ ഫിനാൻഷ്യൽ മൊഡ്യൂൾ, HR മൊഡ്യൂൾ, ഇൻവെൻട്രി മൊഡ്യൂൾ. ഫിനാൻഷ്യൽ മൊഡ്യൂൾ എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ്, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. HR എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ കുറിച്ചിട്ടാണ്. ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വെയർ ഹൗസിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണ്. പർച്ചേസിങ് മൊഡ്യൂൾ എന്തിനാണ്, നമുക്ക് മെറ്റീരിയൽസ് എത്രത്തോളം അവൈലബിൾ ആണെന്ന് അറിയാം. BPR ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ് എന്താണെന്ന് നോക്കുക. പിന്നെ ERPയുടെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ERP പാക്കേജസ്, ഒറാക്കിൾ, സാപ്പ്, ഓഡു, മൈക്രോസോഫ്റ്റ്, ടാലി, ERP ഏതെങ്കിലും ഒരു 3 ERP പാക്കേജസ് പഠിക്കാം. ദെൻ പിന്നീട് ഈ പാഠത്തിൽ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ് SCM എന്താണ്. നമ്മളവിടെ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം ചോദിച്ചതുപോലെ തന്നെ SCM സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. ഇവിടെ കൺട്രോൾ ആക്ടിവിറ്റി ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, അങ്ങനെ എല്ലാ മാനേജ്മെൻറ്റിനും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് നമ്മൾ SCM എന്ന് പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ 11-ാം പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് സൈബർ എത്തിക്സ്, അതായത് GPRSനെ കുറിച്ചിട്ട് പഠിക്കണം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. എങ്ങനെയാണ് നമ്മൾ GPS ഡാറ്റ പഠിക്കണം. GPS നമുക്ക് ട്രാക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സാറ്റലൈറ്റ് വഴി നമുക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നു, ടൈമിൽ എത്താൻ പറ്റുന്നു. അങ്ങനെയുള്ള GPSൻ്റെ യൂസ് പഠിക്കണം. അതുപോലെ തന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അതുപോലെ ബിസിനസ്സിൽ നമുക്ക് RFID ടെക്നോളജി എന്താണ്. RFID എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ, എവിടെ ലോജിസ്റ്റിക്സ്, നമ്മളെ കപ്പൽ ഷിപ്പ് സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ ട്രാക്ക് ചെയ്യാൻ, ഗുഡ്സുകളൊക്കെ ട്രാക്ക് ചെയ്യാനാണ് RFID ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് റെസ്പോൺസും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതിലൊരു മൈക്രോ ചിപ്പ് ഉണ്ട്, ആ ചിപ്പ് പ്രകാരമാണ് നമ്മളതൊക്കെ കണ്ടുപിടിക്കുന്നത്. ദെൻ ബിസിനസ്സിൽ നമുക്ക് ICT യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഏരിയ, നിങ്ങൾക്ക് ബിഗ് ഡാറ്റ അനാലിറ്റിക്സും RFIDയും എഴുതാം. RFID ബിസിനസ്സിൽ ലോജിസ്റ്റിക്കിലാണ് യൂസ് ചെയ്യുന്നത്. ബിഗ് ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പുകൾ യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡും കസ്റ്റമറിൻ്റെ ടേസ്റ്റും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ദെൻ IPR എന്താണെന്നും കോപ്പിറൈറ്റും പഠിക്കുക. IPR ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ IPR എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. ഒരു ഇൻഡസ്ട്രിക്ക് കൊമേഴ്സിന് അവരെ അവകാശം. കോർപ്പറേറ്റ് എന്ന് വെച്ചാൽ ലീഗൽ റൈറ്റ് ആണ്. ഒരാൾക്ക് നമ്മളുടെ കോപ്പിറൈറ്റ് യൂസ് ചെയ്തിട്ട് വേറെ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ലീഗലാണ്. ദെൻ ട്രേഡ് മാർക്ക് നോക്കണം. ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്താണെന്ന് നോക്കണം. ഇൻഫ്രിഞ്ച് എന്ന് വെച്ചാൽ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അതായത് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ IPR നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫ്രിഞ്ച്മെൻ്റ് ആയി. ദെൻ സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വലും എഗെയിൻസ്റ്റ് ഗവൺമെൻറ്റും പഠിക്കണം. എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹരാസ്മെൻറ്റ്, സ്പൂഫിങ്, ഇമെയിൽ സ്കാനിങ്, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്കൊരു 3-4 എഴുതാം. ദെൻ സൈബർ ഫോറൻസിക്സ് ഇൻഫോമാനിയ ചോദിക്കാറുണ്ട് 2 മാർക്കിന്. ഇൻഫോമാനിയ എന്ന് വെച്ചാൽ എക്സസീവ് എൻതുസിയാസം ഫോർ എക്വയറിങ് നോളജ്, അതായത് നമുക്ക് പിന്നെയും ഒരുപാട് അറിവ് കിട്ടണം എന്നുള്ള ആ ഒരു എൻതുസിയാസം, ആ ഒരു ത്വര എന്ന് പറയാം, അതിനെയാണ് നമ്മൾ ഇൻഫോമാനിയ എന്ന് വിളിക്കുന്നത്. അതായത് എന്ത് വേണമെങ്കിലും നമ്മൾ മാറ്റി നിർത്തി, നമുക്കിപ്പോൾ ഫാമിലീസ് ഒന്നും വേണ്ട, നമുക്ക് ഫുൾ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി നെറ്റിൽ തന്നെ നമ്മൾ ഓരോന്ന് അടിച്ചെടുത്ത് ഇങ്ങനെ ഇരിക്കുക, അതാണ് ഇൻഫോമാനിയ. സൈബർ ഫോറൻസിക്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ കേസും ലോ പ്രകാരം നമ്മളെല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതാണ് സൈബർ ഫോറൻസിക്സ്. എന്തെങ്കിലും ക്രൈമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈബർ സെല്ലിൽ പോയിട്ട് പരാതി കൊടുക്കില്ലേ, അതാണ് സൈബർ ഫോറൻസിക്സ്. അവിടെ നമുക്ക് എവിഡൻസ് കിട്ടാനൊക്കെ നല്ലതാണ്. ദെൻ ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. ഓരോ പാഠത്തിൽ നിന്നുള്ള ടോപ്പിക്കുകൾ മിസ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയിട്ട് നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ എവ്രിവൺ, വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ദെൻ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മിസ്സിൻ്റെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്